നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിലെ അദ്ധ്യായം 1 സമവാക്യ ജോഡികളുടെ 20ാമത്തെ വീഡിയോ ആണ് ഇത്. പേജ് 18ലെ 7ാമത്തെ ചോദ്യം, സംഖ്യകൾ ഏവ എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യം. രണ്ട് സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങും, രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പം നമുക്കിവിടെ സംഖ്യകൾ എക്സും വൈയും ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നിബന്ധന എന്തായിരിക്കും? ഒന്നാമത്തെ നിബന്ധനയിൽ പറയുന്നത് ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങ് കിട്ടി. അപ്പോൾ ആദ്യ സംഖ്യയോട് 11 കൂട്ടണം. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 11, രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങായിരിക്കും. അപ്പോൾ രണ്ടാമത്തേത് വൈ ആണ്, അതിൻ്റെ 2 മടങ്ങ് 2y. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ നിബന്ധന. ഓക്കെ, ഇനി രണ്ടാം നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന രണ്ടാമത്തെ സംഖ്യയോട് 20 കൂട്ടിയപ്പോൾ, അപ്പോൾ രണ്ടാമത്തെ സംഖ്യ y, അതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങ് കിട്ടി. ഒന്നാമത്തേത് എക്സ് ആണ്, അതിൻ്റെ 2 മടങ്ങ്, അപ്പോൾ 2x കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നാമത്തെ നിബന്ധന നോക്കൂ. ഒന്നാമത്തെ നിബന്ധനയിൽ നിന്ന് നമുക്ക് എക്സ് എന്ത് കിട്ടും? 2y മൈനസ് 11 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് സമവാക്യം 1 ആയിട്ട് എടുക്കാം. ഇനി രണ്ടാം നിബന്ധന y പ്ലസ് 20 സമം 2x. അതിൽ ഈ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? 2y മൈനസ് 11 എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സ് സമം 2y മൈനസ് 11 എന്ന് സമവാക്യം 2ൽ ഉപയോഗിക്കുകയാണ്. ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? y പ്ലസ് 20 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2y മൈനസ് 11. അപ്പോൾ y പ്ലസ് 20, 2 ഇൻറ്റു 2 4y, 2 ഇൻറ്റു 11 22 മൈനസ് 22. ഇതിൽ നിന്നും ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 20 പ്ലസ് 22 4y മൈനസ് y. അപ്പോൾ 42 എന്ന് പറയുന്നത് 3y ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തിരിച്ചെഴുതാം കേട്ടോ. y എന്ന് പറഞ്ഞാൽ 42/3. അപ്പോൾ y എന്തായിരിക്കും? 14. ഓക്കെ, ഇനി നമുക്ക് y 14 എന്ന് സമവാക്യം
1 ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 2 × 14 - 11. അപ്പോൾ എക്സ് 28 - 11 എക്സ് 17. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സംഖ്യയോട് 11 കൂട്ടുന്നു. ആദ്യത്തെ സംഖ്യയോട് 11 കൂട്ടുക എന്ന് പറഞ്ഞാൽ 17നോട് 11 കൂട്ടിക്കഴിഞ്ഞാൽ 28 കിട്ടും. അതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് 2 മടങ്ങാണ്. 14 × 2 28. ശരിയാണ്. രണ്ടാമത്തേതിനോട് 20 കൂട്ടുക. അപ്പോൾ 20ഉം 14ഉം 34. അത് എന്ന് പറയുന്നത് ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങാണ്. 17 × 2 34. രണ്ടും തുല്യമല്ലേ? ആണ്. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച സംഖ്യകൾ ശരിയാണ്. ആയതുകൊണ്ട് സംഖ്യകൾ 17ഉം 14ഉം ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ. ഇത് എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നിബന്ധന എഴുതുന്നു, പിന്നെ രണ്ടാമത്തെ നിബന്ധന എഴുതുന്നു. പക്ഷേ ഒന്നാമത്തെ നിബന്ധനയിൽ നമുക്ക് എക്സ് = 2y - 11 എഴുതിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഒന്നും കൂടി വൃത്തിയായിട്ട്, മീൻസ് കുറച്ചും കൂടി നന്നായി എഴുതി. ഓക്കെ. എക്സ് മാത്രം ഇടത് വശത്ത് വെച്ചിട്ട് എഴുതി. എന്നിട്ട് പിന്നെ ആ വാല്യൂ സമവാക്യം 2ൽ കൊടുത്തു. എന്നിട്ട് y കണ്ടുപിടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ എക്സും കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ. ഇത് എളുപ്പമാണ്. ഇനി അപ്പം നമ്മൾ ഇത്രയും ഈ എല്ലാ വീഡിയോകളിലുമായിട്ട് ഒന്നാമത്തെ അധ്യായത്തിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, ഈ അധ്യായത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അത് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു.